എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഊണൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ ഇന്ന് കൊതിപ്പിക്കാൻ വന്നിരിക്കുന്നത് ഇത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ചക്ക മിൽക്ക് ഷേക്കാണിത്. ചക്ക ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ, ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചക്ക മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ചക്കയുടെ അളവൊക്കെ നിങ്ങൾ എത്ര ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലിന്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. 1 ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പാല് മതി. പാല് നിങ്ങൾക്ക് നല്ല തണുപ്പോടുകൂടിയുള്ള മിൽക്ക് ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെ ചെയ്യുന്നില്ല. ഞാൻ ചെറിയൊരു തണുപ്പുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ്, തണുപ്പുള്ള പാലാണ്, പക്ഷെ കട്ടിയായിട്ടുള്ള പാലല്ല. അപ്പൊ ആദ്യം നമുക്ക് ഈ ചക്കയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഒരു മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ട്, ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചില ചക്കയിൽ കുരുവൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ എല്ലാം കൂടി എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ടും കൂടെ ഒന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ഷേക്കിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയും കട്ട് ചെയ്തെടുക്കുക. കുറച്ച് 2 ചക്കച്ചുള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ഷേക്കിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം, നമുക്ക് കടിക്കാൻ കിട്ടാനായിട്ട്. അങ്ങനെ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കഴിയട്ടെ. ഇപ്പൊ നമ്മുടെ ചക്കയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ബൗളില് ചെറിയ ബൗള് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനും മിൽക്ക് ഷേക്കിൽ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ 1 കപ്പ് മിൽക്ക് ഷേക്കിലേക്ക് ഞാൻ 1 കപ്പ് നമ്മുടെ മെഷറിംഗ് കപ്പ് 240 ml മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ചക്ക ആണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനൊരു അളവ് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 1 കപ്പ് ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാലിന്റെ ഒരു റോ ഫ്ലേവർ മാറി നിൽക്കാനാണ് നമ്മൾ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച്, ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര മതി. ഞാൻ ഈ ചക്ക കഴിഞ്ഞ ദിവസം കഴിച്ചപ്പോൾ മധുരം കുറവായിരുന്നു. ഇന്നിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തതിൽ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ചക്കയുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാല് ചേർക്കുക. ഞാനിപ്പോൾ 1/2 പാക്കറ്റ് പാലാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാല് ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. ഇതിലേക്ക് കുറച്ചുകൂടി പാല് ചേർത്ത് നമ്മൾ ലൂസാക്കി എടുക്കുക. ഒരുപാട് ലൂസല്ല മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മിൽക്ക് ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി പാല് ചേർത്ത് ലൂസാക്കി എടുക്കാം. നല്ല ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യുക. മധുരം കുറവാണെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗാർണിഷ് ചെയ്യാൻ ചേർക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. മിൽക്ക് ഷേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് നമ്മളിത് അടിച്ചെടുത്ത് കഴിഞ്ഞു. അത്യാവശ്യം കുറുകിയ രീതിയിലാണ്, ഒരുപാട് ലൂസായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇടയിൽ കടിക്കാൻ കിട്ടാനാണല്ലോ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ 1 ഗ്ലാസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കും കുറച്ച് നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്കും ഞാൻ ആദ്യം കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി, കുറച്ച് ഉണക്കമുന്തിരിയാണ്. പിന്നെ നമ്മൾ ഇടുന്നത് ഒരു 2-3 പീസ് കാഷ്യൂനട്ട്. ഞാൻ ഇതുപോലെ കാഷ്യൂനട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത്രയും മതി. ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര സുഖമാവില്ലല്ലോ. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ വീണ്ടും ചക്കയും അതുപോലെ തന്നെ
ഉണക്കമുന്തിരിയും എല്ലാം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ ചക്ക മിൽക്ക് ഷേക്ക് നമ്മളിതാ കാഷ്യൂനട്ടും ബ്ലാക്ക് റൈസിൻസും ചക്ക കട്ട് ചെയ്തതും എല്ലാം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്ക കിട്ടുമ്പോൾ, ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, ചക്ക കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വരിക്ക ചക്കയാണ് കേട്ടോ ടേസ്റ്റ്. മറ്റേ പഴുത്ത ചക്ക മീൻസ് പഴുപ്ലാവിൻ ചക്കയേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുന്നത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയാണ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടമായ റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പതിവ് പോലെ പറയുന്ന പോലെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഒരു ചക്ക ഷേക്ക് കഴിക്കുമ്പോൾ വെറുതെ വലിച്ചു കുടിക്കാതെ ഒന്ന് ഇളക്കിയിട്ട് കഴിക്കുക. ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കടിക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞത് ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഒരു ഗ്ലാസിൻ്റെ അളവ് പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സേ ഉള്ളൂ, ഈ 2 ഗ്ലാസ്സിലും കൂടിയുള്ള ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് 1 കപ്പ് ചക്ക എന്ന് പറഞ്ഞത്. 1/2 പാക്കറ്റ് പാല് 250 ml പാലെന്ന് പറഞ്ഞത്. ഇത് ഞാൻ 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കണക്ക് തെറ്റി പോകണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.